ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലുള്ള പ്രയോജനമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നമുക്കിപ്പം എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒരു 9 to 10 നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് മെഡിറ്റേഷൻ്റെ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഒരു സ്ലീപ്പിലേക്ക് പോകുകയാണെങ്കിലുള്ള ഒരു ബെനിഫിറ്റാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം ഗൗതം ബുദ്ധനാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പറഞ്ഞതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ബുദ്ധൻ എൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിർബന്ധമായും 1 മണിക്കൂറെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ബുദ്ധൻ്റെ ശിഷ്യന്മാരോട്. പിന്നീട് ഓഷോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓഷോയും പറയുന്നുണ്ട്, അതായത് സ്ലീപ്പിന് തൊട്ട് മുന്നേ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് സ്ലീപ്പിലേക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ ആ ഒരു സൈലൻസ്, പീസ്, അങ്ങനെ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റ് സ്ലീപ്പിലേക്കും അത് എൻ്റർ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇതാണല്ലോ, ഒരു പീസ്ഫുൾ മൈൻഡ്, ഒരു സൈലൻറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. സോ അത് മെഡിറ്റേഷനിലേക്ക്, അത് സ്ലീപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പം അതൊരു സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കൊരു 7 to 8 hours ആയിരിക്കും ഒരാൾ ഉറങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 to 8 hours നമുക്ക് ആ ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മെഡിറ്റേഷൻ്റെ റിസൾട്ടായിട്ട് വന്ന കാര്യങ്ങളാണല്ലോ ഇത്, അത് നമുക്ക് സ്ലീപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ തന്നെ നമുക്ക് മാറുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡേ ടൈമിൽ ഒരാൾക്ക് ഒരു 7 hour അല്ലെങ്കിൽ 8 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, അത്രയും സമയം കിട്ടണമെന്നില്ല, കാരണം പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ മാക്സിമം 1 മണിക്കൂറൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഡേ ടു ഡേ നോർമൽ ലൈഫിൽ എന്ന് പറയുമ്പോൾ. സോ ആ ഒരു 1 hour എന്ന് പറയുന്നത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു സ്ലീപ്പിലേക്കും കൂടെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ ചിന്തയായിരിക്കും നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ഉടനെ ഉണ്ടാകുന്ന ചിന്തയെന്ന് പറയുന്നത്. അതായത് ആ ഒരു തോട്ട് എന്ന് പറയുന്നത്, ദ തോട്ട് ബിഫോർ യു ഗോ ടു സ്ലീപ്പ് ആൻഡ് ദ തോട്ട് ജസ്റ്റ് ആഫ്റ്റർ യു വേക്ക് അപ്പ് ഫ്രം ദ സ്ലീപ്പ് എന്ന് പറഞ്ഞ് 2 സെയിം ആയിരിക്കും. സോ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഓഷോയും ബുദ്ധനുമൊക്കെ ഉറങ്ങുന്നതിന് മുന്നേ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തോട്ടിന് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, ഒരു ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു തോട്ട് വെച്ചാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ, എണീക്കുമ്പോഴും ആ ഒരേ തോട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എണീക്കുമ്പോഴും ആ തോട്ട് തന്നെ വരുവാണെങ്കിൽ, സെയിം തോട്ട് വരുവാണെങ്കിൽ, മെഡിറ്റേഷനും അതേ ഇമ്പാക്റ്റ് സ്ലീപ്പിനും ശേഷവും നമ്മൾ സ്ലീപ്പിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതേ ഇമ്പാക്റ്റ് മെഡിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓഷോയും ബുദ്ധനും ഒക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ, കാരണം അത് ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യുക. കിടക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏത് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സൈലൻറ്റ് സിറ്റിംഗ് ആണെങ്കിലും സൈലൻ്റ് ആയിട്ട് സിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ബ്രെത്ത് അവയർനെസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ സെൻറ്ററിന് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രെത്ത് അവയർനെസ് ആണ്. അല്ലെങ്കിൽ വേറെ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ച് വെറുതെ ഇരുന്നിട്ട് ജസ്റ്റ് ബി അവെയർ, ഒരു അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്ത് ബോധത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. സോ നോർമലി നമ്മൾ കണ്ണടച്ചിരിക്കുമ്പം അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തകളിൽ പെട്ട് തോട്ട്സിൽ പെട്ട് നമ്മൾ പല കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യാറ്. ചിന്തകളിൽ പെട്ട്, ഇമാജിനേഷനിൽ പെട്ട് നമ്മൾ അതിലേക്ക് ഐഡൻറ്റിഫൈഡ് ആയിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവെയർ ആണെന്ന് പറയാൻ നമ്മൾ തോട്ട്സിനെ കുറിച്ച് അവെയർ ആകുക, പ്രസൻറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് അവെയർ ആകുക. തോട്ട്സ് ഇങ്ങനെ നിൽപ്പുണ്ട്, പക്ഷേ തോട്ട്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല. അതിനെ ഒരു ഫിലിം സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻറ്റ് വാച്ചറായിട്ട് അതിങ്ങനെ തോട്ട്സ് ഇങ്ങനെ മൈൻഡിൻ്റെ സ്ക്രീനിൽ കൂടെ പോകുന്നുണ്ടോ, നമ്മൾ അതിനെ ജസ്റ്റ് നോക്കി കാണുന്നു, ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഈ അവയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവെയർ ആയിരിക്കുക എല്ലാത്തിനെ കുറിച്ചും. ചിന്തകൾ പോകുന്നു, പ്രസൻറ്റ് മൊമെൻറ്റിൽ പല കാര്യങ്ങളും നടക്കുന്നു, ചിലപ്പോൾ പല ശബ്ദങ്ങൾ കേൾക്കാം, രാത്രിയുടെ നിശബ്ദമായ ശബ്ദങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഒച്ചയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം നമ്മളിങ്ങനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവെയർ ആയിട്ട് കൊണ്ട് ജസ്റ്റ് ചുമ്മാ കണ്ണടച്ചിരുന്നാലും മതി. അതൊരു മെഡിറ്റേഷനായിട്ട് മാറും. അതൊക്കെ സിമ്പിൾ മെഡിറ്റേഷനാണ്. ജസ്റ്റ് സെറ്റിങ് ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ കൂടുതൽ മെഡിറ്റേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ബിയോണ്ട് മൈൻഡ് മെഡിറ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് മെഡിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മെഡിറ്റേഷൻസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താലും മതി. നമ്മൾ പല ടെക്നിക്സ് പഠിപ്പിച്ചു തരുന്നതാണ്. സോ ഇതാണ് നമ്മൾ സ്ലീപ്പിന് തൊട്ട് മുന്നേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലുള്ള
സ്ലീപ്പിന് തൊട്ട് മുന്നേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അത് നമ്മൾ ത്രൂ ഔട്ട് ആ ഒരു സ്ലീപ്പിലേക്ക് നമുക്ക് ആ ഒരു മെഡിറ്റേറ്റീവ് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും. സോ നോർമലി ഒരാൾ 8 മണിക്കൂർ ഡേ ടൈമിൽ ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുകയാണെങ്കിൽ സ്ലീപ്പിലേക്ക് എൻ്റർ ചെയ്ത് അത് ആ ഒരു സെയിം എഫക്റ്റ് തന്നെ നമുക്ക് സ്ലീപ്പിലും കിട്ടും എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സമയമില്ല എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ ട്രൈ ടു മെഡിറ്റേറ്റ് ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്. സോ ആ ഒരു അവയർനെസ്, മെഡിറ്റേറ്റീവ് അവയർനെസ് നമുക്ക് എൻ്റയർ സ്ലീപ്പിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ആ സ്ലീപ്പിൽ കിട്ടും. സ്ലീപ്പ് കൂടുതൽ ഡെപ്തിലേക്ക് പോകും, വളരെ പീസ്ഫുൾ ആവും. പിന്നെ ലാസ്റ്റ് നമുക്ക് ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ലാസ്റ്റ് നമുക്കൊരു ഡ്രീംസ് ഒന്നും ഇല്ലാത്ത, സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഡ്രീംലെസ് സ്റ്റേറ്റിലേക്ക് വരെ നമുക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ മെഡിറ്റേഷൻ ഒരു കംപ്ലീറ്റ്ലി ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ട്രാൻസ്ഫോംസ് യു. ഒറ്റവാക്കി പറയാൻ കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. സോ ട്രൈ ടു മെഡിറ്റേറ്റ് ഇൻ ദിസ് വേ. ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു it can give you a better life. So that's in this video. Thank you.